ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പവർ റിച്ച് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെയാണ് മൊബൈൽ റീചാർജ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായിട്ടുള്ള രൂപം ഞാൻ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തേക്കാം, എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുമല്ലോ എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്തായിരുന്നാലും സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടത് ഭാഗത്ത് കാണുന്ന മുകളിലായിട്ട് ഇടത് ഭാഗത്ത് കാണുന്ന 9 ഡോട്ടിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി മൈ അക്കൗണ്ടിന് താഴെ ഡാഷ്ബോർഡ് മൈ അക്കൗണ്ട് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്തു. ഇനി നോ റീചാർജ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വാലറ്റ് 441 രൂപ ആക്ടിവേഷൻ വാലറ്റ് കിടപ്പുണ്ട്. ഇനി അത് വെച്ചിട്ടാണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീപെയ്ഡ് റീചാർജ് ഇവിടെ ഇതൊക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്തു. സർവീസ് സെലക്ട് ചെയ്യാം. ഞാൻ ജിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു. ജിയോ സെലക്ട് ചെയ്തു. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു. എമൗണ്ട് ടൈപ്പ് ചെയ്തു. പിന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്തു. കൺഫേം കൊടുക്കുക. മൊബൈൽ നമ്പറും എമൗണ്ടും എല്ലാം കറക്റ്റിൽ നോക്കുക. ഓക്കെയാണ്. കൺഫേം കൊടുക്കുക. ഓക്കെ അല്ലെങ്കിൽ ഇവിടെ റിജക്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെയാണ്. കൺഫേം കൊടുക്കുക. ഓക്കെ, കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു. അപ്പോൾ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു. അപ്പോൾ റീചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു മൊബൈൽ റീചാർജിങ്ങിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. വളരെ ഹ്രസ്വമാണ്. 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വിഷ് ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.